ജാതകക്കാരിക്ക് അതിശക്തമായൊരു ദോഷം വന്നു ഭവിച്ചിട്ടുണ്ട്. എന്താ അത്? ദോഷം ചെറുതല്ല, മരണഭയമാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തോ ഒരു ആപത്ത് മുന്നിലുണ്ടല്ലോ. അല്ലാതെ എനിക്കിങ്ങനെ തോന്നിപ്പിക്കില്ലല്ലോ ഈശ്വര. മമ്മി, എന്നെ വിട്ട് പോവല്ലേ മമ്മി? മമ്മി എന്നെ വിട്ട് പോയാ ആ നാഗ എന്റെ അടുത്ത് വന്നെന്നെ കൊത്തിക്കൊല്ലും. പോവല്ലേ മമ്മി, പോവല്ലേ. എനിക്ക് പേടിയാ. ശരിക്കും പാവാ. അമ്മ അഹങ്കാരത്തോടെ വളർത്തിയത് അതിന് ദോഷമായിന്ന് മാത്രം. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അമ്മയേക്കാൾ അഹങ്കാരി എന്ന പേരും കിട്ടി. ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം ഉറക്കം കിട്ടിയിട്ടില്ല തിരുമേനി. എന്തോ ഒരു ദോഷം വരാൻ പോവുകയാണെന്ന ആശങ്കയായിരുന്നു മനസ്സ് നിറയെ. ഇതിനു മുൻപ് ഇത്തരത്തിൽ കണ്ടപ്പോഴൊക്കെ അതൊരു സൂചന തന്നെയായിരുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ആയുസ്സിന് വേണ്ടി മാത്രമാണ് യാചിക്കുന്നത്. ഇനി എന്താണ് അവരുടെ ജീവിതത്തിലെ തടസ്സം? ഒറ്റ നോട്ടത്തിൽ തടസ്സങ്ങളൊന്നും ദൃശ്യമല്ല. പിന്നെ ജാതക പ്രകാരം ദശാസന്ധി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചേ പറ്റൂ. എന്തു പരിഹാരവും എന്തു പ്രായശ്ചിത്തവും ചെയ്യാമെന്ന് എപ്പോഴും ഞാൻ സ്വാമിയോട് പറയുന്നതല്ലേ. ഒരുപാട് വേവലാതിപ്പെടണ്ട. ദൈവാനുഗ്രഹം ഒരുപാടുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരുന്നത്. അല്ലെങ്കിൽ സരസ്വതിയമ്മയ്ക്ക് അറിയാലോ. അറിയാം. എങ്കിൽ വിശ്വസിച്ചോളൂ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒരു പരിഹാരവും നാഗദൈവങ്ങൾ നിർദ്ദേശിക്കും. ആദ്യം ആ കുട്ടിയുടെ ജാതകം ഒന്ന് എനിക്ക് എത്തിക്കുക. കൊണ്ടുവരാൻ തിരുമേനി. ഓരോ പൂജകളും അവസാനിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് കരുതും. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു കാര്യം രൂപപ്പെടും. വിശേഷപ്പെട്ട ജാതകങ്ങളുള്ളവർക്ക് അങ്ങനെയാ. വീഴ്ചകളുടെ ഒരു വലിയ കാലഘട്ടം ഉണ്ടാവും. അതിനെ അതിജീവിക്കുമ്പോൾ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടവും ഉണ്ടാവും. പേടിക്കാതിരിക്കൂ. എത്രയും വേഗം ജാതകങ്ങൾ എത്തിച്ചോളൂ. ഇന്നലെ മോള് വല്ലാണ്ട് പേടിച്ചു പോയല്ലേ? ഞാൻ നാഗക്ഷേത്രത്തിൽ പോയിരുന്നു. പ്രത്യേകം പൂജ കഴിപ്പിച്ചുകൊണ്ടെന്ന് പ്രസാദമാ. തൊട്ടു തരട്ടെ? പൂർണ്ണമായും മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ പൂജാരി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഈ കയ്യിലണിഞ്ഞിരിക്കുന്ന നാഗബന്ധനം ഇല്ലേ, അത് ഒരു കാരണവശാലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. അങ്ങനെ സംഭവിച്ചു പോയാല് അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? ആ ഉണ്ട്. ഞാനിത് നഷ്ടപ്പെടുത്തില്ല. വേറെന്തേലും പറഞ്ഞോ? വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ആ, മോക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഈ പേടി മാറാതെ എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല. പേടിയൊക്കെ മാറിക്കോളും. ഇനി അതൊക്കെ ദൈവത്തിന്റെ കൈകളില്ല. പക്ഷെ ഭക്ഷണം കഴിക്കണം. ഇവിടിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്ത് കണക്കിനാ ഗാതമോളെ പട്ടിണിക്കിട്ടേന്ന് ചോദിച്ചാ എനിക്ക് മറുപടിയൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കാം. പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ജാതകക്കാരിക്ക് അതിശക്തമായൊരു ദോഷം വന്നു ഭവിച്ചിട്ടുണ്ട്. എന്താ അത്? ദോഷം ചെറുതല്ല, മരണഭയമാണ്. സ്വാമി, ഇനി ഒരിക്കലും ഗാതമോൾക്ക് മരണത്തെ പേടിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞത് സത്യമാണ്. പക്ഷേ ദശാസന്ധിയുടെ മാറ്റങ്ങൾക്കിടയിൽ ഇങ്ങനെയൊന്ന് വന്നു ഭവിക്കുമെന്ന് കരുതിയില്ല. മറ്റൊരു കാര്യം, ഈ ജാതകത്തിലുള്ള കുട്ടിയുടെ ദോഷം ഉഗ്രമായി വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളത് വരാൻ പോകുന്ന നാഗപഞ്ചമി ദിവസമാണ്. ഈശ്വര, കണക്കുകൾ അനുസരിച്ച് നാഗപഞ്ചമി ദിവസം അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തിരുമേനി എന്തായി പറയുന്നേ? സർപ്പശാപം അനുഗ്രഹമായി മാറ്റിയെടുത്ത കുട്ടിയാണ്. ആ കുട്ടി തന്നെ ഈ മരണഭയത്തെയും മറികടക്കണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. പ്രത്യേക പൂജകൾ നടത്തണം. ആയിക്കോട്ടെ. പൂജ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാതിരാ മാറി പുലർവെട്ടം വീഴുകയാണെങ്കിൽ ഈ ജാതകക്കാരിക്ക് ദശാസന്ധികൾ ഒന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നാ കാണുന്നത്. തിരുമേനി, കർമ്മങ്ങൾ എത്ര തന്നെ ആയാലും നടന്നോട്ടെ, ഒരു വിരോധവും ഇല്ല. അവരുടെ ജീവനും അതിന്റെ രക്ഷയുമാണ് എനിക്ക് വേണ്ടത്. എല്ലാം നന്നായി നടക്കട്ടെ. നാഗങ്ങളുടെ പരീക്ഷണം വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ അത് നിഷേധിച്ച് സംസാരിക്കാൻ ശീലിക്കണ്ട. ഓർത്തോളൂ, നാഗപഞ്ചമി ദിവസം അർദ്ധരാത്രി കഴിഞ്ഞ് പുലർവെട്ടത്തിന്റെ ആഗമനം സംഭവിച്ചാൽ മാത്രമായിരിക്കും ആ പെൺകുട്ടിക്ക് തുടർന്നങ്ങോട്ട് ജീവിതമുണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി.